ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 12 ജൂലൈ ആണ്. ഞാൻ ചർച്ചിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്നതാണ്. അപ്പോഴാണ് ഞാനൊരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് പാസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ ദിവസം വൈ ഐ ലെഫ്റ്റ് ഇസ്രായേൽ എന്നുള്ള എൻ്റെ പോസ്റ്റിൽ 130K വരെ ഇന്ന് 12 ലഭിച്ചിട്ടുണ്ട്. ധാരാളം പേര് അതിനകത്ത് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. എൻ്റെ സാഹചര്യങ്ങളായിരിക്കില്ല നിങ്ങളുടെ സാഹചര്യങ്ങൾ. ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തിപരമാണ്. അവരവർക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ നോക്കി മാത്രം തീരുമാനങ്ങൾ എടുക്കുക. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ചിലർക്കത് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ആയിരിക്കും. ചിലർ സ്റ്റക്കായിട്ട് നിൽക്കും. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഈ മെസ്സേജ് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ 5 വർഷമാണ് ഇസ്രായേലിൽ ജോലി ചെയ്തത്. ജോലി ചെയ്യാൻ പോയപ്പോൾ എനിക്ക് 2 കുട്ടികളാണുള്ളത്. മകൻ 5ാം ക്ലാസ്സിലായിരുന്നു. നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് 10ാം ക്ലാസ്സൊക്കെ ആകുക. നമുക്ക് ഭയങ്കര ഒരു ഭയമൊക്കെയാണ് മാതാപിതാക്കൾക്ക്. കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിലാണെന്നുള്ളത്. അപ്പം ആ 10ാം ക്ലാസ് ആകുമ്പം മടങ്ങി വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ പോയപ്പോൾ തന്നെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് പോയത്. ഞാൻ ആ തീരുമാനത്തിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് ഇടയായി. അപ്പം നമ്മളൊരു തീരുമാനം എടുത്താൽ അത് വർക്ക് ചെയ്യണം ചോദിച്ചാൽ എങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തത്തുള്ളൂ. അപ്പം നമുക്ക് 5 വർഷം നമ്മൾ അവിടെ പോയി. അത് കഴിയുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ വീണ്ടും മറിയും. പിന്നെ നമുക്ക് കൂടുതൽ സമയം അവിടെ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ ആ എടുക്കുന്ന തീരുമാനം നമ്മൾ ആ രാജ്യത്ത് നിന്ന് 5 വർഷം കഴിയുമ്പോൾ ലെഫ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ലെഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ നാട്ടിൽ വന്നാൽ ജീവിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു മാതാവ് പിതാവ് അത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ 5 വർഷമായപ്പോൾ ലെഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച ഞാൻ ചില കാര്യങ്ങളും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ജർമ്മനിയിൽ ഇരിക്കുന്നത്. സാഹചര്യങ്ങളൊന്നും എനിക്ക് അനുകൂലമായിരുന്നില്ല. എങ്കിലും നമ്മൾ സ്റ്റെപ്പുകൾ ഫോർവേഡ് ചെയ്തു, അതിനുവേണ്ടി അധ്വാനിച്ചു. നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു എങ്കിലും ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ജർമ്മനിയിൽ വരാനായിട്ട് കഴിഞ്ഞത്. അപ്പം നിങ്ങൾക്കും സാഹചര്യങ്ങളൊന്നും എന്നെ കേൾക്കുന്നവർക്ക് അനുകൂലമായിരിക്കത്തില്ല. എന്നാൽ ഫാമിലി ആയിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്രമാത്രം പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു നേഴ്സായിട്ട് ഇസ്രായേലിൽ പോകാത്ത അനേകരുണ്ട്. നേഴ്സിംഗ് പ്രൊഫഷൻ ആയിരിക്കത്തില്ല. ഞാനൊരു നേഴ്സിംഗ് പ്രൊഫഷൻ ആയതുകൊണ്ട് എനിക്ക് ഈ ജർമ്മനി വരാൻ പറ്റി. ഞാൻ ഇസ്രായേലിൽ പോകുന്നതിന് മുമ്പ് മസ്കറ്റിലായിരുന്നു 5 വർഷം ജോലി ചെയ്തത്. അപ്പം നിങ്ങൾക്കറിയാം നല്ലൊരു ഗ്യാപ്പ് ഞാൻ ഫാമിലിയുമായിട്ട് നിൽക്കുന്നതിൽ. മസ്കറ്റിലായിരുന്നപ്പോൾ എനിക്ക് എളുപ്പമായിരുന്നു. 11 മാസം കൂടുമ്പോൾ എനിക്ക് 1 മന്ത് ലീവ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 6 മാസം കൂടുമ്പോൾ നാട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അവിടുത്തെ ജോലി. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമാണ് ജോലി മേഖലകൾ. അപ്പം അതത്ര ഈസിയർ അല്ല നമുക്ക് വെക്കേഷൻ ടൈമുകൾ ഫിക്സ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ 5ാമത്തെ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ പോയത്. 10ാമത്തെ സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്കിന് എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ടായി. മുന്നോട്ട് ഞാൻ എങ്ങനെ പോകും എന്ന് അറിയാത്ത ഒരവസ്ഥയിൽ ഞാൻ വിചാരിച്ചു ഓക്കെ, കുറച്ച് നാളുകൂടി നമുക്ക് ജോലി ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഒരു ടീനേജ് ടൈമാണ്. ആ സമയത്ത് അല്ലേ 9, 10 ആ സമയമൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ടീനേജ് ടൈമാണ്. നമ്മൾ നമ്മുടെ ബാധ്യതകൾ, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം, ഇവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ കുട്ടികൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് മാതാവും പിതാവും അവരും ചേർന്നുള്ളൊരു ജീവിതമാണ്. അത് നമ്മൾ ഒത്തിരി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, എൻ്റെ മോൻ ആ ടീനേജ് ടൈം ആയിരുന്നു. അവൻ ഭയങ്കരമായിട്ട് കുറച്ച് സ്ട്രെസ്സിലൊക്കെ ആയി. അത് കഴിഞ്ഞ് അവൻ ICSE സിലബസിലായിരുന്നു പഠിച്ചത്. ഞാൻ അവനെ കേരള സിലബസിലേക്ക് മാറ്റാനിടയായി തീർന്നു. അപ്പോൾ അങ്ങനെ മാറ്റിയപ്പോഴത്തേക്കിന് അവൻ മലയാളം സബ്ജക്റ്റ് വളരെ ബുദ്ധിമുട്ടായിട്ട് അവന് വന്നു. അപ്പം വളരെ ഡിഫിക്കൽട്ട് ആ സമയത്ത് ഉണ്ടായി. ഇപ്പോൾ എന്നെ പൈതൽ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ കെയർ എനിക്ക് ആവശ്യമാണ്. അമ്മ ഇവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കും. സോ അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ ഹെൽപ്പ് എനിക്ക് ഈ സമയത്ത് ആവശ്യമുണ്ട്. പിന്നീട് ഞാൻ ഒന്നും ചിന്തിച്ചില്ല. എൻ്റെ കുട്ടിയെ ഓർത്ത് ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു.
നാട്ടിൽ വന്നത് എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു, ഭയങ്കര അനുഗ്രഹമായിരുന്നു. അവനെ ചേർത്ത് പിടിക്കാൻ, അവൻ്റെ കൂടെ കിടക്കാൻ, അവനെ രാവിലെ എഴുന്നേൽപ്പിക്കാൻ, അവൻ പഠിക്കുമ്പം കോഫി കൊണ്ടു കൊടുക്കാൻ, അവൻ്റെ കൂടെ ചേർന്നിരിക്കാൻ ഒക്കെ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്കിവിടെ പറയാൻ പറ്റും. അതിനുശേഷം അവൻ 10ാം ക്ലാസ്സിൽ നല്ലൊരു മാർക്കോടുകൂടെ പൈതൽ പാസ്സായി. അവൻ +1 പിന്നെ സയൻസ് ബാച്ചിലേക്ക് അഡ്മിഷൻ ലഭിച്ചു. ഇപ്പം പൈതൽ +2 പഠിക്കുകയാണ്. ഇപ്പം ചിലർ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, വീണ്ടും കുട്ടിയെ വിട്ടിട്ട് അടുത്തൊരു രാജ്യത്തേക്ക് പോകേണ്ടി വന്നല്ലോ എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കൊരു ജോലിയില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഇപ്പം ഹസ്ബൻഡോ വൈഫോ ആരാണോ നല്ല എഡ്യൂക്കേഷൻ ഉള്ളവർ അല്ലെങ്കിൽ ജോലി സാധ്യതയുള്ളവർ അവരാണ് ഇപ്പം കൂടുതലായിട്ടും ജോലിക്കായിട്ട് പോകുന്നത് അല്ലേ. അപ്പം എൻ്റെ സാഹചര്യത്തിൽ എൻ്റെ പൈതലിനെ ആ സമയത്ത് ടേക്ക് കെയർ ചെയ്യുക, അവനെ ഒരു 10 മാസം ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാനും അവൻ്റെ ടെൻഷനുകൾ മനസ്സിലാക്കാനും അവനെ ചേർത്ത് പിടിക്കാനും. അതുകൊണ്ട് അവൻ എപ്പോഴും എന്നോട് പറയാം, അമ്മ അത്രയും വലിയൊരു ജോബ് അല്ല നല്ലൊരു സാലറി ഞാൻ വാങ്ങുന്നുണ്ടായിരുന്നു. ആ സാലറിയൊക്കെ ഉള്ളപ്പം എനിക്ക് വേണ്ടി ഞാൻ ഒത്തിരി താങ്ക്ഫുള്ളാണ്. അമ്മയോട് ഞാൻ താങ്ക്സ് പറയുന്നു. കാരണം അമ്മ ആ ജോലി വിട്ടിട്ട് എനിക്ക് വേണ്ടി വന്ന് എൻ്റെ കൂടെ നിന്ന് എനിക്ക് എൻ്റെ ആ ഡിഫിക്കൽട്ട് ടൈമിൽ അമ്മ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് എൻ്റെ പൈതൽ പറയുമ്പം ഐ എം സോ ഹാപ്പി. അപ്പം ഞാനത് കേൾക്കാൻ ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അപ്പോൾ അത് ആ പൈതൽ മനസ്സിലാക്കി നമ്മൾ അങ്ങനത്തെ ഒരു ജോലി അവന് വേണ്ടി വിട്ട് അവിടെ വന്നു, എന്നിട്ട് അവൻ്റെ കൂടെ നിന്നു, അവന് നല്ലൊരു റിസൾട്ട് ലഭിക്കാനിടയായി എന്നുള്ളത്. ഇപ്പം അവൻ ഹാപ്പിയാണ്, അവന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. പിന്നെ ഞാൻ പിന്നീട് ജർമ്മനി തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു 5 വർഷം മുൻപേ തന്നെ ഞാൻ എന്ത് ചെയ്തു, പ്ലാൻ ചെയ്തിരുന്നു അവിടുന്ന് ലെഫ്റ്റ് ആകാനുള്ള. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നേഴ്സുമാരോടാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ള പ്രൊഫഷൻ വന്നവർക്ക് ഏറ്റവും ഉചിതമായ ഒരു സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. നമ്മളൊരു 40 വയസ്സിന് മുന്നേ അല്ലെങ്കിൽ ഒരു 43 വയസ്സിന് മുന്നേ വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരാൻ, ഇവിടെ ഇസ്രായേലിൽ നമുക്ക് പറ്റാത്തത് ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു നെഗറ്റീവാണുള്ളത്. അപ്പോൾ ഫാമിലിയെ കൊണ്ടുപോകാൻ അല്ലെ ഫാമിലിയുടെ കൂടെ ജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അപ്രകാരം നിങ്ങൾക്ക് കഴിയും. എനിക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും കഴിയും. അപ്പം എന്നോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ജർമ്മനിയിലിരിക്കുന്നത്. ചേച്ചി എനിക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ചേച്ചിക്ക് കഴിഞ്ഞുകൂടാ? അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് കഴിയുമെങ്കിൽ ഇസ്രായേലിൽ ജോലി ചെയ്ത് ആ യുദ്ധക്കളത്തിൽ ആ ഡിഫിക്കൽട്ടായിട്ടുള്ള പേഷ്യൻസിൻ്റെ അടുക്കൽ ഞാൻ ജോലി ചെയ്തപ്പോൾ എനിക്കിത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും കഴിയും. അപ്പം നിങ്ങളും സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഇപ്പം ജർമ്മനി വരണമെന്നല്ല ഞാൻ പറയുന്നത്, ഏത് രാജ്യത്താണോ ഇപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം നേഴ്സസിന് അവൈലബിൾ ആണ്. ഒത്തിരി സ്ഥലങ്ങളിൽ ഇപ്പം റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ രാജ്യത്തും പോകാൻ വേണ്ടി ഓരോ എക്സാമുകൾ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പം നമുക്കിവിടെ വരാൻ വേണ്ടി B2 ലെവൽ വരെയായിരുന്നു കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചത്. അപ്പം പുറകെയുള്ള വീഡിയോസിലൊക്കെ അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ എല്ലാവരും ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവർ മുഴുവനും ആൾക്കാരും ജോലി വിട്ട് നാട്ടിൽ വരണമെന്നല്ല ഇതിൽ നിന്നുള്ളൊരു മെസ്സേജ്. നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ കറക്റ്റ് ടൈമിൽ എടുക്കാൻ കഴിയണം. അതിന് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകണം. നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ ഇസ്രായേലിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നല്ലൊരു വരുമാനം കിട്ടും. നമ്മൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ പലരും ആവശ്യക്കാരായിരിക്കും, അവർക്കെല്ലാം കൊടുക്കും. പിന്നീട് നമ്മുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല. അല്ലെങ്കിൽ പിന്നീട് ഞാൻ കണ്ടിട്ടുള്ളത് വലിയ വീടുകൾ വെക്കും. അപ്പോൾ ആ വീടുകൾ വലുതായിട്ട് എക്സ്പെൻസീവ് നിങ്ങൾ വെക്കുമ്പോൾ അവിടെ പിന്നെ അതിൽ നിങ്ങൾ ബാധ്യതയായിട്ട് അവിടെ പെട്ടുപോകും. അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പം നല്ലൊരു ദിവസം നേരുന്നു. അടുത്ത കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പം ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.